ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് SSC RRB എക്സാംസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി സെഷൻ ഞാൻ ക്വിക്കായിട്ട് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം. SSC കണ്ടക്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 4 എക്സാംസാണ്. പിന്നെയും എക്സാംസിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 4 എക്സാംസിൻ്റെ പേര് ഞാൻ പറയാം. SSC CGL, CHSL, MTS ആൻഡ് GD. ഇതിൽ CGL അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം. CHSL ആണെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളമാണ്. GD ആണെങ്കിൽ 10th ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. സോ 10th ക്വാളിഫിക്കേഷൻ 12th ക്വാളിഫിക്കേഷൻ ഒക്കെ മാത്രമേ ഒന്നാണെങ്കിൽ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസാണ് CHSലും MTSും GDയും. ലെറ്റ് മി ടെൽ യു വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. അതെന്താണെന്ന് വെച്ചാൽ CGL എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാം ആൻഡ് ദ മോസ്റ്റ് ടഫസ്റ്റ് എക്സാം നമുക്ക് വേണമെങ്കിൽ പറയാം. വൺ ഓഫ് ദി മോസ്റ്റ് ടഫസ്റ്റ് എക്സാം. CGLൻ്റെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവൻച്വലി CHSL അറ്റൻഡ് ചെയ്യാം. കാരണം ഇതിന് 4നും സിലബസ് ഓൾമോസ്റ്റ് സിമിലറാണ്. ആകെ ടഫ്നെസ്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. CGLൻ്റെ താഴെയാണ് CHSLൻ്റെ ടഫ്നെസ്, അതിൻ്റെയും താഴെയാണ് നമ്മുടെ GDയുടെയും MTSൻ്റെ ടഫ്നെസ്. സോ CGLൻ്റെ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്നതാണ് CHSL അറ്റൻഡ് ചെയ്യാം, MTS അറ്റൻഡ് ചെയ്യാം, GD അറ്റൻഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇതിൻ്റെ സെയിം സിലബസാണ് RRB, ഗ്രൂപ്പ് ഡി, RRB, NTPCക്കൊക്കെ ആക്ച്വലി വരുന്നത്. സോ CGLന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് CHSL, MTS, GD, RRB, ഗ്രൂപ്പ് ഡി, RRB, NTPC അടക്കം എത്ര എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ ആലോചിച്ച് നോക്കുക. സോ ഇതാണ് RRB എക്സാംസിൻ്റെ ബേസിക്കായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ RRB SSC എക്സാമിൻ്റെ ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. CGLന് പ്രിപ്പയർ ചെയ്ത് CHSL, MTS, GD അറ്റൻഡ് ചെയ്യാം, RRB, ഗ്രൂപ്പ് ഡി അറ്റൻഡ് ചെയ്യാം, RRB, NTPC അറ്റൻഡ് ചെയ്യാം. ഇതിലിപ്പോൾ നിങ്ങൾ CHSലിന് പ്രിപ്പയർ ചെയ്യുന്ന 12th ക്വാളിഫിക്കേഷൻ മാത്രമേ ഇല്ലെങ്കിലോ MTS അറ്റൻഡ് ചെയ്യാം, GD അറ്റൻഡ് ചെയ്യാം, RRB, ഗ്രൂപ്പ് ഡി അറ്റൻഡ് ചെയ്യാം. ഇത്രയും എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളിപ്പോൾ GD, MTSനെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലോ നിങ്ങൾക്ക് അതിന് വെച്ചാൽ RRB, ഗ്രൂപ്പ് ഡി അറ്റൻഡ് ചെയ്യാം. സോ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ മറ്റ് എക്സാംസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇമാജിൻ നിങ്ങൾ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് SSC ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ബിക്കോസ് UPSCയിൽ മാത്സ് ആൻഡ് റീസണിങ് CSAT പാർട്ടിൽ കുറച്ച് ബേസിക്കായിട്ടേ പഠിക്കുന്നുള്ളൂ. CGLന് 100+ ക്ലാസ് മാത്സിന് നിങ്ങൾ എടുക്കുന്നുണ്ട്. അതേപോലെ റീസണിങ്ങിന് 90+ ക്ലാസ് എടുക്കുന്നുണ്ട്. വേറെ UPSCക്ക് അത്ര ഒരു 15 ക്ലാസ് റീസണിങ്ങിനും 30 ക്ലാസ് മാത്സിന് വേണ്ടു. സോ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് SSC അല്ലെങ്കിൽ RRB അത്ര ഈസി ആയിരിക്കില്ല. ബിക്കോസ് അതിൽ റീസണിങ് മാത്സ് ഒക്കെ അഡ്വാൻസ് ഉണ്ടാവും. പ്ലസ് ഇതിൽ ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട്. അതൊന്നും UPSCയിൽ അങ്ങനെ വരുന്നില്ല. വൊക്കാബുലറി ഒക്കെ വരുന്നുണ്ട്. പക്ഷേ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് RRB അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ മനസ്സിലാക്കുക.